Hi friends, ഇന്ന് നമ്മൾ +1 മാത്സ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലെ സെറ്റ്സിലെ 3 വീഡിയോസും നന്നായി കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് നന്നായിട്ട് നിങ്ങളുടെ ബുക്കിൽ പ്രോബ്ലംസൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇതിലെ കൺസിഡർ ദി സെറ്റ് എ is equal to set x such that x is an integer 0 less than or equal to x less than 4. 3 questions ആണുള്ളത്. Question A, write A in roster form. Question B, if B equal to set 5 6 then write A cross B. Question C, write the number of possible relations from A to B. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതിലെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് അത് മനസ്സിലാക്കി പോവാം. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഓർഡേർഡ് പെയർ എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻ എന്താണ്, നമ്പർ ഓഫ് റിലേഷൻസ് എങ്ങനെ കാണാം, ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, ഈ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇതിൽ പഠിക്കാനുള്ളത്. ഇതിലത്തെ ക്വസ്റ്റ്യനാണ്, ഇതിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെറ്റ് തന്നിട്ടുണ്ട്. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. A equal to x such that x is an integer 0 less than or equal to x less than 4 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. ഇത് ആക്ച്വലി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇത് ഒരുമിച്ച് വന്നുകൊണ്ട് നമ്മളതെങ്ങനെ ആൻസർ ചെയ്യുന്നത് മാത്രം. എങ്ങനെ ഇത് ചെയ്യാം? എ ഈസ് ഈക്വൽ ടു റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണല്ലേ, നമ്പേഴ്സിനെ ലിസ്റ്റ് എഴുതാം. ഇവിടെ നോക്കിയേ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ഉണ്ട് അല്ലേ, അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ്, ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വരും? 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരില്ല. കാരണം ഇവിടെ ലെസ് ദാൻ 4 എന്നാണുള്ളത്, ഈക്വൽ സൈൻ ഇല്ല. ഈക്വൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 4 ഉൾപ്പെടുമായിരുന്നു, പക്ഷേ അവിടെ ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ സെറ്റ് 0 1 2 3 എന്നാണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ ബി എന്ന് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 5 6 എന്ന സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് റൈറ്റ് എ ക്രോസ് ബി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളാണ്. എ എന്ന് പറഞ്ഞ സെറ്റും തന്നിട്ടുണ്ട് ഇവിടെ. എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി, ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇതിലെ ഓരോ എലമെൻറ്റും എടുക്കുക, എന്നിട്ട് അതിനെ ബി എന്ന സെറ്റിലെ എലമെൻസുമായിട്ട് പെയർ ചെയ്ത് ഓർഡേർഡ് പെയറിൽ എഴുതുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറാണ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു സെറ്റിൻ്റെ കേളി ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക 0 ഇതിലുള്ള ഓരോ എലമെൻ്റ് കൊണ്ടും നമ്മൾ പെയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഓർഡേർഡ് പെയർ ഇതിങ്ങനെ ഇടുക, സിമ്പിൾ ഇടുക. 0 5 ഒരെണ്ണമായി, വീണ്ടും 0നെ 6 കൊണ്ടും, അപ്പോൾ 0 5 0 6 ആയി. അടുത്തത് എന്താ? അടുത്ത എലമെൻ്റ് എടുക്കുക, 1 എടുക്കുക, 1നെ അതേപോലെ പെയർ ചെയ്യുക, 1 5 വീണ്ടും 1 6. ഇനി നോക്കിയേ 2 എടുക്കുക, 2നെ 2 5 2 6, കണ്ടോ, 2 5 2 6. ഇനി എന്താണ്? ലാസ്റ്റ് എലമെൻ്റ് 3 ആണ്, 3നെയും അതുപോലെ 3 എടുക്കുക, 3 5 3 6. ഇത്രയേ ഉള്ളൂ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, എ ക്രോസ് ബി. ഇനി തിരിച്ചാണെങ്കിൽ ക്വസ്റ്റ്യൻ ബി ക്രോസ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിലെ എലമെൻ്റ് ഓരോന്നും എടുത്തിട്ട് പെയർ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 5 0 5 1 5 2 5 3 എന്ന് വരും, പിന്നെ 6 0 തിരിച്ചു വരും. അപ്പോൾ മനസ്സിലാക്കിയപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് ഇതിങ്ങനെ പെയറായിട്ട് എഴുതാം. ഇതിനൊരു ഓർഡർ ഉണ്ട്, കാരണം ആദ്യം വരുന്നതൊക്കെ ഒരു സെറ്റിലെ എലമെൻ്റ് ആയിരിക്കും, പിന്നീട് വരുന്നത് രണ്ടാമത്തെ സെറ്റിലെ എക്സ് വൈ, അങ്ങനെയാണ് പോവുക. മനസ്സിലായല്ലോ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ സി, റൈറ്റ് ദി നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി. ഇവിടെ നമുക്ക്
കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കിട്ടി, റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് പോസിബിൾ ആയിട്ട് റിലേഷൻ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലേഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ് റിലേഷൻ. അതായത് ഇതിലുള്ള ഇത്രയും ഇതാണ് എന്ത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഇതിലുള്ള എലമെൻറ്റ്സ് തന്നെയായിരിക്കും ഒരു പ്രത്യേക ഓർഡറിൽ എഴുതുന്നതിനാണ് റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റിലേഷനും കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ പ്രോബ്ലംസ് വരുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ നോക്കാം, റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി. ഇത് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, 2 raised to നോക്കാം, എയിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 4 into 2 അതാണ് എന്ത് 8, 2 raised to 8. അങ്ങനെയാണ് നമ്പർ ഓഫ് റിലേഷൻസ് കാണാം. 2 raised to, അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ പി എലമെൻറ്റ്സ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് പി ആണെന്ന് കരുതാം. ബി എന്ന് പറയുന്ന സെറ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ക്യൂ ആണെന്നും കരുതാം. അങ്ങനെയാണെങ്കിൽ അതിലെ പോസിബിൾ റിലേഷൻസ് എന്ന് പറയുന്നത് 2 raised to PQ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 2 raised to ഇവിടെ 4 എലമെൻ്റ് ഉണ്ട്, ഇവിടെ 2 എലമെൻറ്റ്, 4 into 2, 2 raised to 8 എന്ന് കിട്ടും. 2 raised to 8 equal to 256 അല്ലേ? 2 raised to 8 is equal to 256 എന്നാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ലെറ്റ് P equal to set 1 to find P cross P. അതാണ് ക്വസ്റ്റ്യൻ എ. ക്വസ്റ്റ്യൻ ബി, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 etc 13 14, R is the relation defined by R is equal to ordered pair xy such that 3x minus y is equal to 0, x comma y belongs to A. Write R in tabular form. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. ആദ്യം എന്താ, P equal to 1 2 തന്നിട്ടുണ്ട്. ഫൈൻഡ് P ക്രോസ് P, അതേ സെറ്റിൻ്റെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണണം. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ ഇതേപോലത്തത്. അപ്പോൾ ആദ്യം P is equal to 1 2 എന്ന് എഴുതി. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു P is equal to 1 2 എന്ന് അതേ സെറ്റ് തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യണം, P ക്രോസ് P ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫൈൻഡ് P ക്രോസ് P. P ക്രോസ് P is equal to സെറ്റ് ഓർഡേഡ് പെയർ. എന്ത് ചെയ്യുക, ആദ്യത്തെ എലമെൻ്റ് എടുക്കുക, ഇവിടെയുള്ള 2 എലമെൻ്റ് കൊണ്ടും പെയർ ചെയ്യുക. അപ്പോൾ 1 1 കണ്ടോ, വീണ്ടും 1 2 1 2. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പെയറിങ് കഴിയും. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് 2 കൊടുക്കാം, 2 1 2 2. ഇതാണ് എന്ത്, ഇതാണ് P ക്രോസ് P. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ബി? ക്വസ്റ്റ്യൻ ബിയിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 മുതൽ 13 14 വരെ തന്നിട്ടുണ്ട്. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിലേഷൻ്റെ കാര്യം ഇല്ലേ? റിലേഷൻ അതിൻ്റെ ആ സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റാണെന്ന് മാത്രം പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിർത്തി. അത് ആ റിലേഷനാണ് ഇവിടെ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് ക്ലിയർ ആക്കി വരുന്നുണ്ട്. ഇതാണ് ആ റിലേഷൻ, കണ്ടോ? ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x minus y is equal to 0. ഇതാണ് ഇവിടുത്തെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. അതായത് 3x minus y is equal to 0 എന്ന് പറഞ്ഞാൽ എന്താ, 3x minus y is equal to 0 ആണെങ്കിൽ 3x എന്ന് പറയുന്നത് yക്ക് ഈക്വൽ ആണ് അല്ലേ? മൈനസ് y അങ്ങോട്ട് പോയാൽ പ്ലസ് y ആയി. അതായത് അതിലെ എക്സ് എലമെൻറ്റിൻ്റെ 3 times ആയിരിക്കും ആ പെയറിലെ y എലമെൻറ്റ്. അതായത് എക്സിന് നമ്മൾ ഈ സെറ്റിലുള്ള വാല്യൂസ് ഓരോന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, എക്സിന് 1, ഇവിടുത്തെ 1 അല്ലേ, എക്സിന് 1 കൊടുത്ത് നോക്കിയേ. എക്സിന് 1 കൊടുക്കുമ്പോൾ 3 into 1 3 എന്ന് കിട്ടില്ലേ, y ഈക്വൽ ടു 3 എന്ന് കിട്ടും. കണ്ടോ, എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് y 3 എന്ന് കിട്ടി. അതാണ് റിലേഷൻ, ഈ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡും തമ്മിലുള്ള എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ റിലേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, എക്സിന് ഇവിടുത്തെ ഈ സെറ്റിലെ 2 എന്ന് കൊടുക്കുക, കാരണം ഈ സെറ്റാണ് നമ്മുടെ ബേസ്, ഇതിൽ നിന്നാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സിന് 2 കൊടുത്ത് നോക്കിയേ, എക്സിന് ഇവിടെ 2 കൊടുത്താൽ y എന്താവും, 3 into 2 അല്ലേ, 6 വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ y 6 വരും. ഇനി എക്സിന് ഇവിടെ 3 കൊടുത്ത് നോക്കിയേ, 3 കൊടുക്കുമ്പോൾ y എന്ത് കിട്ടും, 3 into 3 is equal to 9 കിട്ടി. എക്സിന് അടുത്ത എലമെൻ്റായ 4 കൊടുത്ത് നോക്കിയേ, 4 കൊടുക്കുമ്പോൾ 3 into 4 equal to 12 എന്ന് കൊടുക്കും. എക്സിന് നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ 5 വാല്യൂ കൊടുക്കാം. 5 കൊടുത്തു കഴിഞ്ഞാൽ y എന്ത് കിട്ടും,
3 × 5 എന്ന് പറഞ്ഞാൽ 15 കിട്ടും. പക്ഷേ y ഇവിടെ 15 ഇല്ല അല്ലേ, 14 വരെ ഉള്ളൂ. ഈ സെറ്റ് എന്താണ്? ഇതിലെ ഓരോ എലമെൻറ്റും എക്സ് കോമ വൈ ബിലോങ്സ് ടു എ എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. എക്സും വൈയും ഇതിലെ എലമെൻ്റ് ആയിരിക്കണം. ഇതിൽ 14 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ. ടാബുലർ ഫോമിൽ എഴുതാൻ പറഞ്ഞത് ഇങ്ങനെ സെറ്റിൻ്റെ ഉള്ളിൽ പെയർ ചെയ്ത് എഴുതുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. If P is equal to set Mn, Q is equal to set Nm, state whether the following is true or false. ഇതാണ് ക്വസ്റ്റ്യൻ എ. എന്താ പറഞ്ഞിരിക്കുന്നത്? P cross Q is equal to set ordered pair Mn and Nm. ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ബി എന്താ? Write the relation R is equal to set x, x cube ordered pair x cube such that x is a prime number less than 10. Question C, let A equal to set 1, 2, 3, 4, B is equal to set 1, 5, 9, 11, 15, 16 and F is equal to ordered pair 1, 5, 2, 9, 3, 1, 4, 5, 2, 1. State with reason whether F is a relation or a function. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണോ ഈ എഴുതിയിരിക്കുന്നതെന്ന്. P cross Q അല്ലല്ലോ. ഇത് ഇനിയും ഇല്ലേ? നോക്കിയേ, P cross Q കാണുമ്പോൾ ആദ്യം MN അതുണ്ട്, വീണ്ടും MM വരും അല്ലേ? അതില്ല. NN ഉണ്ട്, അതില്ല. NM 2 എണ്ണം മാത്രം, 2 ഓർഡേഡ് പേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഫോൾസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ബി എന്താ? റിലേഷൻ തന്നിട്ടുണ്ട്. കണ്ടോ? ആദ്യത്തെ എക്സും എക്സ് ക്യൂബും, അതായത് 2 എലമെൻറ്റ്സും തമ്മിലുള്ള റിലേഷനാണ് എന്ത്? ആദ്യത്തെ നമ്പർ നമ്മൾ ഏതാണ് എടുക്കുന്നത് അതിൻ്റെ ക്യൂബായിരിക്കും രണ്ടാമത്തേത്, ആ ഓർഡർ പെയറിലെ രണ്ടാമത്തെ നമ്പർ. പിന്നെ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്തായിരിക്കണം? നമ്മൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? പ്രൈം നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 10 ആയിരിക്കണം. അപ്പോൾ 10നേക്കാൾ കുറവുള്ള പ്രൈം നമ്പർ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 1 എന്ന് പറയുന്നത് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. പിന്നെ 2 അല്ലേ? അപ്പോൾ നമ്മൾ എഴുതാം ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ റിലേഷനാണ് എഴുതാൻ പോണ്. സെറ്റിയുടെ ഓർഡർ പെയർ 2 എടുക്കുമ്പോൾ എന്ത് വരും? അതിൻ്റെ ക്യൂബ് അല്ലേ? 2ൻ്റെ ക്യൂബ് 8 വരും. അടുത്ത പ്രൈം നമ്പർ ഏതാ? 3 ആണ്. 3 എടുക്കുമ്പോൾ 27 വരും. പിന്നത്തേത് 5 ആണ്. 5ൻ്റെ ക്യൂബ് 125 വരും. പിന്നെ ഏതാ? 10ൻ്റെ താഴെയുള്ള പ്രൈം നമ്പർ 7. 7ൻ്റെ ക്യൂബ് 343. അതാണ് ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ. ഇനി എന്താ ക്വസ്റ്റ്യൻ സി എന്താണ്? 2 സെറ്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഫങ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നു. റിലേഷൻ ഇപ്പോൾ മനസ്സിലായി. ഫങ്ഷൻ, റിലേഷനും ഫങ്ഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, പറഞ്ഞുതരാം. എഫ് ഇസ് ഈക്വൽ ടു നോക്കാം 1, 5, 2, 9, 3, 1, 4, 5, 2, 1 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ എഫ് ഇസ് എ റിലേഷൻ ഓർ എ ഫങ്ഷൻ. ഉറപ്പായിട്ടും എഫ് റിലേഷനാണ് അല്ലേ? കാരണം ഈ റിലേഷൻ എന്ന് പറയാൻ എന്താ? ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ സബ്സെറ്റ് തന്നെയാണ് എന്ത്? ഇത് ഇപ്പോൾ എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്ത് നോക്കി, അതിൽ വരും, ഈ പറഞ്ഞതെല്ലാം വരും. അപ്പോൾ റിലേഷനാണ്. ഫങ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫങ്ഷന്, അപ്പോൾ നമുക്ക് ഫങ്ഷൻ പഠിക്കാം. ഫങ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻ തന്നെയാണ്, പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. നോക്കാം, ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് എക്സ്, സെക്കൻഡ് വൈ, എക്സ് വൈ, എക്സ് വൈ, ഇതിങ്ങനെ പോകുന്നു. ഇതിലെ ഫസ്റ്റ് എലമെൻറ്റില്ലേ നമ്മൾ കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂസ്, അതിന് നമ്മൾ പറയാം ഫങ്ഷൻ്റെ ഡൊമൈൻ എന്നാണ് പറയാം. സെക്കൻഡ് ഇതിന് ഇതിൻ്റെ ഇമേജ് എന്നാണ് പറയുക. അത് ഫങ്ഷനിലേക്ക് വരുമ്പോൾ അത് റേഞ്ച് ആയിട്ട് മാറും. അത് പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഇവിടെ 1, 5 വന്നു, 2, 9 വന്നു, 3, 1 വന്നു, 4, 5 വന്നു. ഇവിടെ 2, 9 ഇല്ലേ? 4, 5 വന്നു, വീണ്ടും 2, 1 വന്നു. 2, 9, 2ൻ്റെ ഇമേജാണ് 9. വീണ്ടും 2ന് വീണ്ടും ഇമേജ് 1 വന്നിരിക്കുന്നു. ഒരിക്കലും ഫങ്ഷന് അങ്ങനെ വരില്ല. അങ്ങനെയാണെങ്കിൽ അത് ഫങ്ഷൻ അല്ല. മനസ്സിലായ?
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഇസ് എ റിലേഷൻ ബട്ട് നോട്ട് എ ഫങ്ഷൻ ആസ് ദ എലമെൻറ്റ് 2 ഹാസ് 2 ഇമേജസ്. ഇതിലുള്ള 2 എന്ന് പറയുന്ന എലമെൻറ്റിന് 2 ഇമേജസ് ഉണ്ട്. ഇവിടെ 2-ന് 9 ഉണ്ട്, ഇവിടെ 2-ന് 1 ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് ഫങ്ഷൻ അല്ല. മനസ്സിലായോ? ഇനി നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ റേഞ്ചൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൺസിഡർ ദി സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് -1 1. 3 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ എ, റൈറ്റ് ഓൾ എലമെൻറ്റ്സ് ഇൻ A cross A. Question B, how many relations are there from A to A? Question C, write all functions from A which has range -1 1. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എ എന്താണ്? റൈറ്റ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് എ. നമുക്കറിയാം, നമ്മൾ സെറ്റ് ചെയ്യാൻ 2 പ്രാവശ്യം എഴുതി എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് എ ക്രോസ് എ = -1 -1 ഒരു പെയർ, വീണ്ടും -1 1 രണ്ടാമത്തേത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കഴിഞ്ഞു. സെക്കൻഡ് എലമെൻറ്റ് 1 -1 വീണ്ടും 1 1. ഇതാണ് എന്ത്? എ ക്രോസ് എ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ബി എന്താണ്? ഹൗ മെനി റിലേഷൻസ് ആർ ദെയർ ഫ്രം എ ടു എ. എയിൽ നിന്ന് എയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും എന്നിങ്ങനെ കാണാം. 2 എയുടെ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ റിലേഷൻസ് കാണാൻ എങ്ങനെയാണ്? ആ 2 എലമെൻറ്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. എന്നിട്ട് അതിൻ്റെ 2ൻ്റെ പവർ 2 ഇവിടെ 2 എലമെൻറ്റ് 2 2 × 2 = 2 which is equal to 16. അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ എന്താണ്? ഹൗ മെനി റിലേഷൻസ് ആർ ദെയർ ഫ്രം എ ടു എ എന്നുള്ളതിൻ്റെ ആൻസർ എത്രയാണ്? 16 ആണ്. ഇനി ക്വസ്റ്റ്യൻ സി, റൈറ്റ് ഓൾ ഫങ്ഷൻസ് ഫ്രം എ വിച്ച് ഹാസ് റേഞ്ച് -1 1. എന്താണ് റേഞ്ച്? ഞാൻ പറഞ്ഞു റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ y വാല്യൂ x വാല്യൂ ആണ് ഡൊമൈൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പെയറിലെ ആദ്യത്തെ വാല്യൂ ഡൊമൈനും രണ്ടാമത്തെ വാല്യൂ എന്താണ്? റേഞ്ചും ആണ്. പക്ഷേ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ആ സെറ്റ് -1 1 റേഞ്ച് വരാൻ പാടുള്ളൂ. അപ്പോൾ എടുക്കാം, ആദ്യം ഇവിടെ നിന്ന് എടുത്തോ. -1 റേഞ്ച് ദേ ആദ്യത്തെ ഈ പെയർ നമുക്ക് ഫങ്ഷനിൽ പറ്റും. -1 -1. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇത് -1 1 എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഫങ്ഷൻ ആവണമെങ്കിൽ എക്സ് വാല്യൂവിന് 2 y വാല്യൂ ഉണ്ടാവാൻ പാടില്ല, 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ -1ൻ്റെ ഇമേജ് -1 ആണ്. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി -1ന് 1 എഴുതാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 1ൻ്റെ ഇമേജ് -1 അത് എഴുതാം. ഇവിടെ സെറ്റിൽ റേഞ്ച് -1 ഉണ്ട്. 1 -1 എന്ന് എഴുതി കഴിഞ്ഞു. 1 1 എന്ന് എഴുതാൻ പാടുണ്ടോ? കാരണം 1ന് 2 ഇമേജ് പാടില്ലല്ലോ. അപ്പോൾ ഇതിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഈ റേഞ്ചിലുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. സെറ്റ് -1 -1 ആൻഡ് 1 -1. മനസ്സിലായല്ലോ? അതാണ് റിലേഷനും ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. എക്സ് വാല്യൂവിന് ഒരൊറ്റ ആ പെയറിൽ, ആ ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ വാല്യൂ എക്സ് വാല്യൂവിന് ഒറ്റ y വാല്യൂ പാടുള്ളൂ. 2 പ്രാവശ്യം അത് വരാൻ പാടില്ല. അപ്പോൾ -1 ഉണ്ടെങ്കിൽ അതിനൊരു ഇമേജ് ഉണ്ടാവും. വീണ്ടും -1ന് വേറൊരു ഇമേജ് വരാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? ഇതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൽ 2 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 1, let A is equal to set 1 2 3 4 5. R be a relation on A defined by R is equal to set ordered pair AB. B is equal to A square. Write R in roster form. Question B. Question second, consider f of x is equal to x plus 2 divided by x minus 2. Prove that f of x into f of minus x minus f of 0 is equal to 0. ഇതാണ് അത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റിലേഷൻ തന്നിട്ടുണ്ട്. എന്താ? b = a square എന്ന്. സെറ്റും തന്നിട്ടുണ്ട് 1 2 3 4 5 എന്ന്. നമുക്ക് നോക്കാം. അപ്പോൾ റിലേഷൻ ചെയ്ത് r is equal to സെറ്റ് ഓർഡേർഡ് പെയർ. നമ്മൾ ആദ്യം എക്സിന് 1 കൊടുത്തു നോക്കിയേ. എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താവും? അതിൻ്റെ സ്ക്വയർ അല്ലേ? എയുടെ സ്ക്വയർ b = a square എന്ന് പറയുമ്പോൾ
1 കൊടുക്കുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 കിട്ടി, കഴിഞ്ഞു. ഇനി 2 കൊടുത്തു നോക്കിയേ, എക്ക് 2 കൊടുത്തു നോക്കിയേ, 2 കൊടുക്കുമ്പോൾ ബി എന്താവും 2 സ്ക്വയർ 4, അപ്പോൾ 2 4 എന്ന് കിട്ടി. വേറെ ഒന്നും വരില്ല, കാരണം എന്താ പറയുക, ഇവിടെ 3 നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3യുടെ സ്ക്വയർ 9 ആണ് കിട്ടുക. പക്ഷേ 9 ഇവിടെ ഇല്ല, കാരണം ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈ സെറ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ, 9 ഇല്ലാത്തതുകൊണ്ട് ഇത്രയും വരുള്ളൂ. 1 1 2 4 ആണ് വരുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, x+2 ഡിവൈഡഡ് ബൈ x-2. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളാണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും, എക്സ് ഉള്ളിടത്ത് മൈനസ് എക്സ് കൊടുക്കുക, അപ്പോൾ എക്സിന് പകരം മൈനസ് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ -x-2. അതാണ് എന്ത്, എഫ് ഓഫ് മൈനസ് എക്സ്. ഇനി എഫ് ഓഫ് 0 എന്താ, എക്സ് ഉള്ളിടത്ത് 0 കൊടുക്കുക, അപ്പോൾ ഈ പാർട്ട് പോകും അല്ലേ, അപ്പോൾ ബാക്കി എന്ത് വരും, 2 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. അതെന്താണ്, -1 ആണ്. ഇനി നമ്മൾ കൊടുത്തേ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഇതാണ് x+2 ഡിവൈഡഡ് ബൈ x-2 ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് നമുക്ക് ഇത് കിട്ടി, ഇത് -x+2 ഡിവൈഡഡ് ബൈ -x-2 മൈനസ് എഫ് ഓഫ് 0 നമുക്ക് കിട്ടി -1, അപ്പോൾ -1. ക്ലിയർ ആയല്ലോ? x+2 ബൈ x-2 അതേപോലെ തന്നെ എഴുതി ഇൻറ്റു ഈ -x+2ൽ ഞാൻ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു, അപ്പോൾ എന്ത് വരും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ x-2 എന്ന് വരും. കാരണം മൈനസ് പുറത്ത് കൊടുക്കുമ്പോൾ ഇത് ഇവിടുത്തെ മൈനസാണ്, ഇത് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആണ് പ്ലസ് വരും, അപ്പോൾ ഇവിടെ x-2 എന്ന് വന്ന് ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നും ഞാൻ മൈനസ് പുറത്തെടുത്തു, അപ്പോൾ എന്ത് വരും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ x+2 എന്ന് വരും, -1 അതേപോലെ എഴുതി. ഇനി ഇത് കട്ട് ചെയ്തൂടെ, ഈ x+2 ഈ x+2 കട്ട് ചെയ്തു, ഈ x-2 കട്ട് ചെയ്തു, മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, അപ്പോൾ ഈ ഭാഗം എന്തായി 1 ആയിട്ട് മാറി. 1 ഇവിടെ ഒരു -1 ഉണ്ട്, 1 - 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇവിടെ ആകെ മനസ്സിലാക്കേണ്ടത് ഈ മൈനസിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഈ -x+2 എന്നുള്ളത് പുറത്ത് മൈനസ് പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എക്സ് വരും. നോക്കിയേ, മൈനസ് അങ്ങോട്ട് പോയാൽ -x, മൈനസ് ആണ് +2 ആയേക്കണം, അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ x-2 വന്ന്. അതേപോലെ തന്നെ ഇവിടെയും മൈനസ് പുറത്ത് കൊടുക്കുമ്പോൾ x+2 വന്ന്, കട്ട് ചെയ്യുമ്പോൾ മൈനസ് ബൈ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവാണ്, അപ്പോൾ ഈ ഭാഗം മുഴുവനായിട്ട് നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഇവിടെ -1 ഉണ്ട്, 1 - 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. എളുപ്പമല്ലേ? നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, ഇത് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഇതേപോലെ ഇതിലെ ഓരോ വീഡിയോസും ഞാൻ പറഞ്ഞല്ലോ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മാത്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. സ്റ്റേ ട്യൂൺഡ്.